കഞ്ഞുണ്ണി അഥവാ കയ്യോന്നി എന്ന ചെടി എണ്ണ കാച്ചുന്നതിൽ വിശേഷപ്പെട്ടതാണ്. അത് അകാല നരയെ തടയുകയും തലയ്ക്ക് തണുപ്പ് നൽകുകയും നല്ല ഉറക്കം തരുകയും ചെയ്യും. അപ്പോൾ പാടത്താണിത് ഉള്ളത്. ഇത് വെള്ള കളറുള്ള ഒരു പൂവുള്ള ചെടിയാണ്. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ വേരോടുകൂടിയും പറിക്കാം. ഞാനിവിടെ തണ്ടും ഇലയും പൂവുമാണ് ഉപയോഗിക്കുന്നത്. ഹായ് കൂട്ടുകാരെ, എണ്ണ കാച്ചുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇലകളും പൂക്കളുമാണ് ഇത്. തുളസിയുടെ കതിരോടുകൂടിയ 2 തണ്ട്. കൂടുതൽ തുളസിയില തലവേദന ഉണ്ടാക്കും. ഇതൊരു തണുപ്പ് കിട്ടാനും എണ്ണയുടെ മണത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൈലാഞ്ചി ഇല 1 പിടി, തലമുടി കറുത്തു വരാൻ വേണ്ടിയിട്ട്. ചെമ്പരത്തിയുടെ മൊട്ടാണിത്. എത്ര കൂട്ടിയാലും നല്ലതാണ്. ചെമ്പരത്തിയുടെ പൂക്കളാണ്. ചെമ്പരത്തിയുടെ ഇലയാണ് 1 പിടി എടുത്തിട്ടുള്ളത്. കറിവേപ്പില 2 തണ്ട് കൂട്ടിയാൽ മതിയാകും. കൂടുതൽ ചേർത്തി കഴിഞ്ഞാൽ അത് എണ്ണ കൂടുതൽ കാഞ്ഞ് നമുക്ക് തലവേദന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ 2 തണ്ട് മതി. പിന്നെ കഞ്ഞുണ്ണിയുടെ ഇലയാണ്, അതും കുറച്ച് മതി. ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെമ്പരത്തിയുടെ മൊട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പൂക്കളും ഇട്ട് കൊടുക്കാം. മൈലാഞ്ചി ഇല, തുളസി ഇല, കറുവേപ്പിൻ്റെ തണ്ടോട് കൂടിയിട്ടുള്ള ഇല, കഞ്ഞുണ്ണിയും ചെമ്പരത്തിയും ഒന്ന് പിച്ചിപ്പറിച്ച് ചെറുതാക്കിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിത് കൈകൊണ്ട് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. കത്തി ഉപയോഗിക്കരുത്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാർദ്ധക്യകാലം വരുമ്പോൾ നമുക്ക് ഉറക്കം കുറവായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ കൂടി ഈ എണ്ണ സഹായിക്കും. അകാല നര തടുക്കുകയും ചെയ്യും. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് 27 വർഷമായി ഞാനിത് ഉപയോഗിക്കുന്നു. എൻ്റെ മുടി ഇതുവരെ നര ബാധിച്ചിട്ടില്ല. അങ്ങനെ മിക്സിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള എണ്ണ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ആട്ടിയെടുത്തിട്ടുള്ളതാണ്. വീട്ടിൽ ഉണക്കി ആട്ടിയെടുത്തിട്ടുള്ളതാണ്. വാങ്ങിയ വെളിച്ചെണ്ണയിൽ അത് ഒരിക്കലും കാച്ചരുത്. ഇതിലേക്ക് ഞാൻ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതെനിക്ക് 6 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ എണ്ണ ചൂടായിട്ട് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത്. എണ്ണയും പേസ്റ്റും ഒപ്പം നമ്മൾ അടുപ്പത്ത് വെക്കണം. ഇനി ഇതിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കാം. ഇത് തിളയ്ക്കുമ്പോഴാണിത് ഈ എണ്ണയുമായിട്ട് യോജിക്കുക. ഇനി ഇത് നിന്ന് ഇളക്കാൻ നേരമില്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് നമുക്ക് പോകാം. ഒരു അരമണിക്കൂർ വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് ഒരു 15 മിനിറ്റോളം തിളയ്ക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മെല്ലൊന്ന് നോക്കി. അപ്പോൾ ദാ ഈ ഒരു പരുവായിട്ടുണ്ട്. എണ്ണയുമായിട്ട് ഈ ഒരു അരപ്പ് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഒന്നും ഇളക്കി കൊടുക്കണമെന്നില്ല. ഇനി ഈ സംഭവം, ഈ പേസ്റ്റ് മൊരിഞ്ഞു വന്ന് ഒരു മണം വരും. ആ സമയത്താണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു എണ്ണ കാച്ചുമ്പോൾ ഒരിക്കലും അലുമിനിയം ചട്ടിയിൽ കാച്ചരുത്. പെട്ടെന്ന് തീ പിടിക്കും. മാത്രവുമല്ല അത് നല്ലതുമല്ല. ഇരുമ്പിൻ്റെ ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിൽ കാച്ചിയാൽ വളരെ നല്ലതാണ്. വേഗം ഇതായി കിട്ടുകയും ചെയ്യും. ഈ ചട്ടിയുടെ ചൂട് കൂടി ഈ എണ്ണ കായാൻ ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. അത് മാത്രമല്ല അടിയിൽ പിടിക്കില്ല. ഈ ഒരു എണ്ണ നമ്മൾ തേച്ച് കുളിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടും. നമുക്ക് ഉറക്കം വേഗം വരും. ഈ ഒരു എണ്ണ തേക്കുമ്പോൾ ആഴ്ചയ്ക്ക് 1 ദിവസം നമ്മൾ ദീദിയുടെ ഷാമ്പൂ ഇട്ട് മുടിയിലെ മെഴുക്കൊക്കെ കളഞ്ഞാൽ മതിയാകും. പയറുപൊടി ഉപയോഗിക്കാം, ചെമ്പരത്തിയിലെ താളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷാമ്പൂ ഉപയോഗിക്കാം. എന്നിട്ട് ഈ മെഴുക്ക് ആഴ്ചയ്ക്ക് 1 ദിവസം കളയും വേണം. അതിങ്ങനെ തിളച്ച് വരികയാണ്. ഇനി നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു മൊരിയുന്ന സൗണ്ടാണിതിന്.
ഇനിയും ഇത് ഒരുപാട് നേരം തിളയ്ക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പാകം ഞാൻ പറഞ്ഞു തരാം, അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഇത് പത വരാൻ തുടങ്ങി. ഈ പത ഇങ്ങനെ പൊന്തി 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 നിറയും. എണ്ണയ്ക്കും മേലെ നിറഞ്ഞു പൊന്തിയിരിക്കുകയാണ് പത. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മളിതിങ്ങനെ ഒഴിക്കുമ്പോൾ എണ്ണ ആദ്യം വീഴും, പിന്നെയാണ് ഈ ചളി എന്നാണ് ഇതിന് പറയുക, ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് താരനുണ്ടാവുകയില്ല, തലയിൽ പേനുണ്ടാവുകയില്ല, മുടി കൊഴിച്ചിലും ഉണ്ടാവുകയില്ല, മുടിയുടെ നരയെ തടയുകയും ചെയ്യും. അകാല നര തടയും. പ്രായമാകുമ്പോൾ പിന്നെ നമ്മൾ നരയ്ക്കും. അപ്പോൾ ഇതൊരു നല്ല ഒരു കാച്ചെണ്ണയാണ്. കാലങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എണ്ണ കായാൻ പാടില്ല, കാഞ്ഞിട്ടൊരു ആവി വരാൻ പാടില്ല. അത് നമുക്ക് തലവേദന ഉണ്ടാക്കും. ആ ഘട്ടം എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതെപ്പോഴാണ് ഓഫ് ആക്കേണ്ടതെന്ന്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഫുൾ തീയിൽ തന്നെയാണ് ഇത് കാച്ചിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പതയെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നമ്മൾ കോരി ഇങ്ങനെ നോക്കുമ്പോൾ എന്താ എണ്ണയാണ് ഒഴുകുക. ചളി ഈ ചട്ടുകത്തിൽ തന്നെ നിൽക്കും. എണ്ണയ്ക്ക് നല്ല പച്ച കളർ വന്നിട്ടുണ്ട്. ഇതെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എന്താ ഇങ്ങനെ എടുക്കുമ്പോൾ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മണവും വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വറ്റി. ഇനി ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കായാൻ തുടങ്ങും. അപ്പോൾ ഒരിക്കലും ഈ എണ്ണ കായരുത്. അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തീയെ ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ട് ആറിയിട്ട് പ്ലാസ്റ്റിക് കുപ്പിയിൽ നമുക്ക് ഒഴിച്ചു വയ്ക്കാം. കുപ്പിയിൽ ഒഴിക്കുമ്പോൾ കുപ്പി താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇത് നന്നായി തണുത്ത ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കണം. അരിപ്പയിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കണം. നല്ല കറുത്ത എണ്ണയും വന്നിട്ടുണ്ട്. ഇത് ഈ ചണ്ടിയൊക്കെ വാരി കളഞ്ഞു കഴിഞ്ഞാൽ പച്ച കളറായിട്ട് മാറും. അപ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ടൈമിൽ ഞാൻ ഓഫ് ചെയ്യാണ് തീ. ഇത് ആറിയിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. കാച്ചിയ എണ്ണ അപ്പം തണുത്തിട്ടുണ്ട്. എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചണ്ടിയെല്ലാം അടിയിൽ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ മേലോടം കോരിയിട്ട് ഞാൻ 2 പാത്രങ്ങളിലാണ് ആക്കുന്നത്. കാരണം 1 മാസത്തേക്കുള്ളത് ഞാൻ കുറച്ച് ഒരു കുപ്പിയിലാക്കി വയ്ക്കും. ബാക്കിയുള്ളത് ഞാൻ തുടർന്നുള്ള മാസങ്ങളിൽ ഉപയോഗിക്കും. അപ്പോൾ ഒക്കെ കൂടി നമ്മൾ എടുക്കുമ്പോൾ അത് കേടാവുകയും ഇല്ല. അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞരിപ്പ വെച്ചിട്ട് ആദ്യം ഒരു ചെറിയ കുപ്പിയിലേക്കാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മണമാണിതിന്. ഇങ്ങനെ നമുക്ക് ഈ മൊത്തം എണ്ണയും അരിച്ചെടുക്കാം. ഈ ഒരു കളറായിരിക്കും ഈ എണ്ണയ്ക്ക്, കറുത്ത പച്ച കളറ്. ഇത് 1 മാസത്തേക്കാണ് ഞാൻ ഇതിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത്. ഇത് 1/2 ടീസ്പൂണൊക്കെ നമുക്ക് ഒരു ദിവസം തേക്കണ്ടു. ഒരുപാട് തേക്കരുത്. നല്ലോണം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. തലമുടി ഇഴകളിൽ ഒക്കെ കോതി കൊടുക്കുക. 2 ബോട്ടിലുകളിലായിട്ട് മുഴുവൻ എണ്ണയും ഞാൻ അരിച്ചെടുത്തു കഴിഞ്ഞു. ഞാനിതൊരു 6 മാസം വരെ ഉപയോഗിക്കും. ഒരു ദിവസം 1/2 ടീസ്പൂണിൽ കുറവേ തേച്ച് പിടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു കാച്ചെണ്ണയാണിത്. സൈഡ് ഇഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. വെളിച്ചെണ്ണ നമ്മുടെ തലയ്ക്ക് ചൂടായിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് തലമുടി നരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാച്ചി എപ്പോഴും ഉപയോഗിക്കാൻ നാം പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അതെപ്പോഴും ഉപകാരപ്പെടുകയും ചെയ്യും. ട്രൈ ചെയ്യൂ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.